എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വരുന്നു. ഞാൻ ഇന്നലെ ഒരു വാഹനം എടുത്തു. ഒരു സന്തോഷ വാർത്ത പറയാനായിട്ട് ഞാൻ വന്നത്. വാഹനം എടുത്തത് നിങ്ങളോർക്കും വലിയ വിലയുടെ വണ്ടിയാണ്, ഒന്നുമല്ല. ഞാൻ ഈ ഇരിക്കുന്ന വണ്ടി എൻ്റെ അല്ല കേട്ടോ, ഞാൻ ഡ്രൈവറാണ്. പക്ഷേ ആ വാഹനം എടുത്തത് ഒരു ചെറിയൊരു ഒമിനി, ഒരു വണ്ടി, വീട്ടിലെ നമ്മുടെ ചെറിയൊരു ആഗ്രഹം കൊണ്ട് എടുത്ത്. ആദ്യമായിട്ട് ജീവിതത്തിൽ വണ്ടി എടുക്കുന്ന ഞാൻ. അത് വണ്ടി എടുക്കാനൊരു കാരണമുണ്ട് കേട്ടോ, അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. ഈ ഒരു അച്ഛൻ്റെ പെങ്ങളുടെ മുകളിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടായി. അപ്പോൾ ആ കല്യാണത്തിന് ചെന്ന തലേദിവസം റിസപ്ഷന് വേണ്ടി പോകാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാരെല്ലാം വന്നപ്പോൾ ഓരോരുത്തർക്കും എല്ലാവർക്കും വണ്ടി, അവരെല്ലാം വാഹനത്തിൽ പോയി. ഞാനും വൈഫും കുഞ്ഞും അച്ഛനും അമ്മയും മാത്രം വെറുതെ അവിടെ നിന്നു. അപ്പം നമുക്കൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബസ് വരുന്നത് നോക്കി ഞങ്ങൾ നിന്നു. അത് വന്നപ്പോൾ ഫുൾ ആൾ അവിടുന്ന് കയറാനും ഉണ്ടായിരുന്നു. കാരണം അവരുടെ വീട്ടിൽ നിന്നൊക്കെ വന്നവരെല്ലാവരും ഉണ്ട്. അപ്പം എന്നോട് കുഞ്ഞെൻ്റെ തോളത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ വലിച്ച് ഇട്ട് ചോദിച്ചു, അച്ഛാ നമുക്കും വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പോകാമായിരുന്നല്ലേ. എൻ്റെ ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, എന്നാലും അവൻ്റെ മനസ്സിൽ ആ ഒരു ഉണ്ടായത് എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ അപ്പം തീരുമാനിച്ച് എങ്ങനെയെങ്കിലും ഒരു വണ്ടി എടുക്കണം. അപ്പം ഞാൻ ബജാജ് ഫിനാൻസിൽ നിന്ന് ഒരു 50,000 രൂപ കടമെടുത്ത് പിന്നെ കുറച്ച് അല്ലറ പണയൊക്കെ വെച്ചൊരു വണ്ടി എടുത്തു. അല്ലാതെ എടുക്കാനുള്ള നിർവാഹങ്ങളോ വലിയ സാമ്പത്തികം എൻ്റെ ഇല്ലായ്മ ഞാൻ പറയുകയല്ല. എന്നെക്കാട്ടിലും ഒരുപാട് പരിസ്ഥിതികൾ, ഒരുപാട് പരിമിതികൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാനത് എടുത്തത് എൻ്റെ മോൻ, ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന എൻ്റെ മകൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ ഒരു വിഷമം തോന്നി. അന്ന് ഞാൻ തീരുമാനിച്ചു. ലക്ഷ്മി എന്നെ വൈഫ് ഇങ്ങനെ തോളത്തൊട്ട് ചോദിച്ചു, എന്നാ പറ്റി വിഷമമായി? ഞാൻ പറഞ്ഞ സാരമില്ല, അത് അവൻ്റെ മനസ്സിലതെന്ന് തോന്നി. അവൻ്റെ കൂട്ടുകാർക്കെല്ലാം വണ്ടിയുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇന്ന് വാഹനങ്ങൾ ഒക്കെ റെയറാണ്, നമുക്ക് മാത്രമാണ് വാഹനങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു വണ്ടി ഞാൻ എടുത്തു. അപ്പോൾ വണ്ടി ഞാൻ എടുത്ത് വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു, സന്തോഷത്തോടെ ഞാൻ വിളിക്കുക, മോനെ വണ്ടി എടുത്തു കേട്ടോ അച്ഛൻ, ഒമിനിയാ വണ്ടി. അയ്യോ അച്ഛാ, ആ വണ്ടിക്ക് AC ഇല്ലല്ലോ അച്ഛാ, നമുക്ക് ചൂടെടുക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഒരു യാത്ര ചെയ്യാനൊരു വാഹനം പോരാ, നമുക്ക് അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോയാൽ പോരാ. ആഗ്രഹത്തിനനുസരിച്ച് എടുത്തല്ല, അത് പൈസ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടല്ല. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അവരെ പറഞ്ഞ് അറിയിപ്പിച്ചു. കാരണം അല്ലെങ്കിൽ സുഖം മാത്രമല്ല ജീവിതം, പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ തട്ടിയൊരു വാക്കുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, സാരമില്ല അച്ഛാ, നമുക്ക് നമ്മുടെ പൈസയ്ക്ക് ഒതുങ്ങുന്നൊരു വണ്ടി മതി. അല്ലെ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, എനിക്ക് AC വേണമെന്നില്ല, എനിക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമല്ലേ പോകാനെന്നും പറഞ്ഞ് എൻ്റെ മനസ്സിൽ എന്നോട് യോജിക്കാൻ അവൻ പഠിച്ചു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമാണ്, ഒരു ഈശ്വരൻ തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയിപ്പിച്ച് വേണം വളർത്താൻ എന്നാണ് എനിക്ക് ഇതിനകത്തോടെ പറയാനുള്ളത്. ഞാനൊരു ചെറിയൊരു ടോക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നു എന്ന് മാത്രം. എല്ലാവരും ഒന്ന് ചിന്തിക്കുക, കാണുന്ന പ്രിയപ്പെട്ടവരെല്ലാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.